ഓക്കെ, ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BE-GC 113 മോഡേൺ യൂറോപ്യൻ ഡ്രാമ. അപ്പോൾ അതിലെ ഫസ്റ്റ് ബ്ലോക്കിലുള്ള ഹെൻറി ഗിബ്സൻ്റെ ഗോസ്റ്റ് എന്ന പ്ലേ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവൻ ദോ ടൈറ്റിൽ ഈസ് ഗോസ്റ്റ്, ദ പ്ലേ ഈസ് നോട്ട് എ ഹൊറർ സ്റ്റോറി. അപ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ തോന്നും ഇതൊരു ഗോസ്റ്റിൻ്റെ ഹൊറർ സ്റ്റോറി ആയിരിക്കും എന്ന്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിൽ ദർ ഇസ് നോ സൂപ്പർ നാച്ചുറൽ ഗോസ്റ്റ്. ഇതിൽ അങ്ങനത്തെ ഗോസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രേതങ്ങൾ, ഭൂതം അങ്ങനെയുള്ളതൊന്നും ഈ പ്ലേയിലില്ല. ഇതിൽ ഗോസ്റ്റ് എന്ന് ഉള്ള വാക്ക് സിംബലൈസ് ചെയ്യുന്നത് മിസ്റ്റേക്സ്, ബിലീഫ്സ്, ട്രഡീഷൻസ്, ലൈസ് ആൻഡ് സിൻസ് ഓഫ് ദ പാസ്റ്റ് ദാറ്റ് കണ്ടിന്യൂ ടു ഹോണ്ട് പീപ്പിൾ ഇൻ ദ പ്രസൻറ്റ്. ഇത് വേറൊരു പെർസ്പെക്റ്റീവിലൂടെയാണ് ഗോസ്റ്റ് എന്നുള്ളൊരു വേർഡിന് മീനിങ് വരുന്നത്. അതായത് നമ്മൾ പാസ്റ്റിൽ ചെയ്ത മിസ്റ്റേക്സും കള്ളങ്ങളും നമ്മളെ തെറ്റായ വിശ്വാസങ്ങളും നമ്മളെ തെറ്റുകളും അതിന് മുമ്പ് ചെയ്തതൊക്കെ നമ്മളെ പ്രസൻറ്റിൽ ഇന്നത്തെ കാലത്ത് നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്, ആളുകളെ ഹോണ്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇതിലെ ഗോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലേയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റീനെ പറ്റിയും റിലീജിയനെ കുറിച്ചും മാരേജ്, മൊറാലിറ്റി ആൻഡ് ഫാമിലി വാല്യൂസിനെ കുറിച്ചൊക്കെയാണ് ഈ പ്ലേയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹെൻറി ഗിബ്സൺ, ഇതിൻ്റെ റൈറ്ററായ ഹെൻറി ഗിബ്സനെ കുറിച്ച് അറിയണം. ഹെൻറി ഗിബ്സൺ വാസ് എ നോർവീജിയൻ പ്ലേ റൈറ്റ് ആൻഡ് ഈസ് ഓഫൻ കോൾഡ് ദ ഫാദർ ഓഫ് മോഡേൺ ഡ്രാമ. മോഡേൺ ഡ്രാമേൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതാണ് ഹെൻറി ഗിബ്സൺ. ബിഫോർ ഇബ്സൺ, പ്ലേസ് യൂഷ്വലി ഫോക്കസ്ഡ് ഓൺ കിങ്സ്, ഹീറോസ്, മിത്തോളജി, റൊമാൻസ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുതിയ പ്ലേസ് ആൻഡ് ഡ്രാമാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഹീറോസിനെ കുറിച്ചും കിങ്സിനെ കുറിച്ചും അല്ലെങ്കിൽ മിത്തോളജിക്കായിട്ടും റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസാണ്. പക്ഷേ ഇബ്സൺ ഡ്രാമ ഫീൽഡിലേക്ക് വന്നതോടെ ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡായി. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് അബൌട്ട് കിങ്സ്, ഹി റോട്ട് അബൌട്ട് ഓർഡിനറി മിഡിൽ ക്ലാസ് ഫാമിലീസ് ആൻഡ് ദ റിയൽ ലൈഫ് പ്രോബ്ലംസ്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇബ്സൺ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ കഴിയാത്ത അതിനെക്കുറിച്ചല്ല ഡ്രാമ എഴുതിയിരുന്നത് ഓർഡിനറി പീപ്പിൾ, സാധാരണ ആളുകളെക്കുറിച്ചും അവരുടെ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെയാണ് പ്ലേസ് എഴുതിയത്. ഹിസ് പ്ലേസ് ഡിസ്കസ് ടോപ്പിക്സ് ദറ്റ് സൊസൈറ്റി കൺസിഡർ ടാബു. സൊസൈറ്റി മോശമാണ് അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്ന് കരുതിയിരുന്ന, അതായത് പുറമേ ആരും സംസാരിക്കാൻ റെഡിയാവാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു ഹെൻറി ഗിബ്സൺ പ്ലേസ് എഴുതിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. അതായത് അൺഹാപ്പി മാരേജസ്, വിമൻസ് റൈറ്റ്, കറപ്ഷൻ, റിലീജിയസ് ഹിപ്പോക്രസി, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ഫാമിലി സീക്രറ്റ്സ്. അപ്പം ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്സ്, അതായത് ആരും എടുക്കാത്ത എന്നാൽ സംസാരിക്കേണ്ട ടോപ്പിക്സുകളാണ് ഹെൻറി ഗിബ്സൺ ഡിസ്കസ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ ക്രിട്ടിസൈസും ചെയ്തിട്ടുണ്ട്. ബട്ട് ടുഡേ ഹി ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ഇൻ ദ വേൾഡ് ലിറ്ററേച്ചർ. എന്നാൽ ഇന്ന് വേൾഡ് ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും മികച്ച ഡ്രാമാറ്റിസ്റ്റായിട്ട് ഹെൻറി ഗിബ്സൺ അറിയപ്പെടുന്നു. ഇനി വാട്ട് ഈസ് ഗോസ്റ്റ്? എന്താണ് ഗോസ്റ്റ്? ഗോസ്റ്റ് എന്ന് പറഞ്ഞ പ്ലേ പബ്ലിഷ് ചെയ്യുന്നത് 1881 ഇതാദ്യം പുറത്ത് വന്ന സമയത്ത് ഇറ്റ് ഷോക്ക്ഡ് എൻറ്റയർ സൊസൈറ്റി. മെനി കൺട്രീസ് ബാൻഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഓപ്പൺലി ഡിസ്കസ് സബ്ജക്ട്സ് ലൈക്ക് അഡൾട്ടറി, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഇൻസെസ്റ്റ്, ഹിപ്പോക്രസി, റിലീജിയസ് കൺട്രോൾ, ഫെയിൽഡ് മാരേജ്. അപ്പോൾ ഇത് ഇറങ്ങിയ സമയത്ത് പല കൺട്രീസും ഈ നോവൽ ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ഇതിൽ ചൂസ് ചെയ്ത ടോപ്പിക്സുകൾ കൊണ്ട് പല കൺട്രീസിലും ഇത് ബാൻ ചെയ്തതുകൊണ്ട് ഗുണമുണ്ടായി, ഇത് എക്സ്ട്രാ ഫേമസ് ആയി. പബ്ലിക് വിചാരിച്ചത് ഇതൊക്കെ ഇമ്മോറലായിട്ടുള്ള ടോപ്പിക്സാണ്. ആക്ച്വലി ഐറോണിക്കലി ദിസ് കോൺട്രവേഴ്സി മേഡ് ദ പ്ലേ ഈവൻ മോർ ഫേമസ്. അങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നതുകൊണ്ട് അറിയാത്ത പലരും ഈ പ്ലേനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങി. വൈ ഈസ് ഇറ്റ് കോൾഡ് ഗോസ്റ്റ്? അതാണ് നമ്മളെ സെക്കൻഡ് ടോപ്പിക്. അതായത് എന്തുകൊണ്ടാണ് ഗോസ്റ്റ് എന്നുള്ള പേര്? ടൈറ്റിലിനെ കുറിച്ച് ഡീപ്പർ മീനിങ് ഉണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന സ്പിരിറ്റ്സിനെ കുറിച്ചോ ഒന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഡ് ദേ റിപ്രസെൻറ്റ് ഇൻവിസിബിൾ ഫോഴ്സസ് ഫ്രം ദ പാസ്റ്റ്. അതായത് പഴയ കാലത്തെ ഓൾഡ് കസ്റ്റംസ്, ഔട്ട്ഡേറ്റഡ് ട്രഡീഷൻ, ഇൻഹെറിറ്റഡ് സിൻസ്, സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ്, ഫാൾസ് മൊറാലിറ്റി, ഇതിനെയൊക്കെയാണ് ഗോസ്റ്റ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്ത് ഹെൻറി ഗിബ്സൺ കാണിക്കുന്നത്. മിസ്സസ് ആൽവിൻ റിയലൈസസ് ദാറ്റ് പീപ്പിൾ ആർ കൺട്രോൾഡ് ബൈ ദീസ് ഇൻവിസിബിൾ ഗോസ്റ്റ്. ഇതിലൊരു കഥാപാത്രമാണ് മിസ്സസ് ആൽവിൻ. തിരിച്ചറിയുന്നുണ്ട്, അതായത് എല്ലാ മനുഷ്യരും ഇങ്ങനെ ഇൻവിസിബിൾ ഗോസ്റ്റ് വഴി കൺട്രോൾ ചെയ്യപ്പെട്ടാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ഗോസ്റ്റാണെന്ത് ഓരോ ഫാമിലിയിലുള്ള ഓരോരുത്തരെയും ജീവിതങ്ങൾ നശിപ്പിക്കുന്നത്. സ്റ്റോറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് മെയിൻ ക്യാരക്ടേഴ്സിനൊന്ന് അറിഞ്ഞിരിക്കാം. മിസ്സസ് ഹെലൻ ആൽവിൻ അതാണ് നമ്മളെ സ്റ്റോറിയിലെ പ്ലേയിലെ മെയിൻ ക്യാരക്ടർ. ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് കെയറിങ്. ഹെലൻ ആൽവിൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ ആൽവിനാണ്. പിന്നെ ഓസ്വാൾഡ് ആൽവിൻ എന്ന് പറഞ്ഞാൽ ഹെലൻ ആൽവിൻ്റെയും ക്യാപ്റ്റൻ ആൽവിൻ്റെയും മകനാണ് മിസ്സസ് ഓസ്വാൾഡ് ആൽവിൻ. ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. പാരീസിലാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത്.
പിന്നുള്ളത് പാസ്റ്റർ മാൻഡേഴ്സ്. പാസ്റ്റർ മാൻഡേഴ്സ് എന്ന് പറയുന്നത് റിലീജിയൻ, ട്രഡീഷണൽ മൊറാലിറ്റിയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആളാണ്. നമുക്ക് പ്രീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വർഷങ്ങളായിട്ട് ഇവരെ ഫാമിലി ഫ്രണ്ടും കൂടിയാണ് പാസ്റ്റർ മാൻഡേഴ്സ്. പിന്നുള്ളത് യങ്സ്ട്രാൻഡ് സ്റ്റോറിയിലൊരു കാർപ്പൻറ്ററാണ്. സ്റ്റോറിയിൽ അദ്ദേഹം വളരെ റിലീജിയസ് ആയി റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഇനി അടുത്തത് റെസീന നമുക്ക് കാണാൻ പറ്റുന്നത് മിസ്സസ് ആൽവിൻ്റെ വീട്ടിലെ ഒരു മെയ്ഡാണ്. അതായത് യങ്സ്ട്രാൻഡിൻ്റെ മകളായിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഓക്കെ, ദ സ്റ്റോറി ബിഗൻസ് മെനി ഇയേഴ്സ് ബിഫോർ ദ ആക്ച്വൽ ഇവൻറ്റ്സ് ഓഫ് ദി പ്ലേ. സ്റ്റോറി തുടങ്ങുന്നത് ശരിക്കും പ്ലേ തുടങ്ങുന്നതിനേക്കാളും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. മിസ്സസ് ഹെലൻ ആൽവിൻ, എ യങ് വുമൻ ഫ്രം എ റെസ്പെക്ട്ഫുൾ ഫാമിലി, മാരീസ് ക്യാപ്റ്റൻ ആൽവിൻ. അങ്ങനെ മിസ്സസ് ഹെലൻ ആൽവിൻ എന്ന് പറയുന്ന നമ്മളെ മെയിൻ ക്യാരക്ടർ ക്യാപ്റ്റൻ ആൽവിനെ കല്യാണം കഴിക്കുന്നു. ലൈക്ക് എവരി വൺ ഇൻ ദ സൊസൈറ്റി, അതായത് എല്ലാവരെയും പോലെ ഹെലൻ ആൽവിൻ വിചാരിക്കുന്നുണ്ട് കല്യാണം കഴിച്ചിരിക്കുന്നത് നോബിൾ, റെസ്പെക്റ്റ്ഫുൾ ആൻഡ് സക്സസ്ഫുൾ ആയ ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുപോലെ ഇനി അങ്ങോട്ട് സന്തോഷകരമായ ഒരു മാരീഡ് ലൈഫാണ് എനിക്കുള്ളതെന്ന് ഹെലൻ ആൽവിൻ വിചാരിക്കുന്നു. However, soon after the marriage, she discovers that Captain Alvin is completely different from the man she thought she had married. അപ്പോൾ അവൾ കല്യാണം കഴിച്ച് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൾ മനസ്സിലാക്കുന്നു അവൾ വിചാരിച്ച ഒരാളല്ല ക്യാപ്റ്റൻ ആൽവിൻ. ഹി ഈസ് ആൻ ആൽക്കഹോളിക്, ഫ്രീക്വൻ്റ്ലി വിസിറ്റ്സ് അതർ വുമൻ ആൻഡ് ഈസ് റിപ്പീറ്റഡ്ലി അൺഫെയ്ത്ത്ഫുൾ ടു ഹിസ് വൈഫ്. അപ്പോൾ അദ്ദേഹം ഒരു മദ്യപാനിയും, സ്ത്രീലമ്പനും, അതുപോലെ ഭാര്യയോട് തീരെ വിശ്വസ്തത കാണിക്കാത്തൊരു വ്യക്തിയുമാണെന്ന് അയാളുമായി താമസിച്ച കുറച്ച് കാലങ്ങൾക്കുള്ളിലും ഹെലൻ ആൽവിന് മനസ്സിലാവുന്നു. അങ്ങനെ മിസ്സസ് ഹെലൻ ആൽവിൻ വളരെ സങ്കടമാകുന്നു. അതായത് അവളുടെ വിവാഹ ജീവിതം തകർന്നു എന്ന് അവൾ തിരിച്ചറിയുന്നു. ഇങ്ങനെ ഇതൊന്നും സഹിക്കാൻ കഴിയാതെ ഇവൾ ഹസ്ബൻഡിനെ വിട്ട് പാസ്റ്റർ മാൻഡേഴ്സിൻ്റെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീസ്റ്റ്, അതുപോലെ ഇവരുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് ഇദ്ദേഹം അവളുടെ ഡിസിഷൻ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും, ഇങ്ങനൊരു വിവാഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പാസ്റ്റർ മാൻഡേഴ്സ് സൊസൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത് മാരേജ് ഇസ് സേക്രഡ് ആൻഡ് എ വൈഫ് മസ്റ്റ് റിമെയിൻ ലോയൽ ടു ഹെർ ഹസ്ബൻഡ്. അപ്പം അദ്ദേഹം ഇവിടെ ഉപദേശിക്കുന്നത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വൈഫിൻ്റെ ഉത്തരവാദിത്തമാണ്, ഹസ്ബൻഡിൻ്റെ എന്ത് ബിഹേവിയർ ആണെങ്കിലും അത് സഹിച്ച് ലോയലായി തുടരുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കും കേട്ട് അവളുടെ കടമ ഇതാണ്, അവളിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കരുതി അവൾ തിരിച്ചു പോകുന്നു. അവൾക്കറിയാം ഹെർ ലൈഫ് വിൽ കണ്ടിന്യൂ ടു ബി പെയിൻഫുൾ. അവളുടെ ജീവിതം തകർന്നു എന്ന് അറിഞ്ഞിട്ടും തൻ്റെ ഉത്തരവാദിത്തം ഇതാണെന്ന് വിചാരിച്ച് അവൾ തിരിച്ചു പോകുന്നു. അങ്ങനെ പക്ഷേ ക്യാപ്റ്റൻ ആൽവിൻ ഒരിക്കലും ചേഞ്ച് ആയിട്ടില്ല. അദ്ദേഹം വീണ്ടും മറ്റു പല സ്ത്രീകളുമായി റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു, ഡ്രിങ്കിങ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു ദിവസം അവരുടെ വീട്ടിലുള്ള ഒരു സെർവൻറ്റിന്, ജൊഹാന എന്നുള്ള പേര് ഉള്ള സെർവൻറ്റും അവരുടെ കുടുംബത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഒരു റിലേഷൻ ക്യാപ്റ്റൻ ആൽവിൻ ഉണ്ടാവുകയും അങ്ങനെ അവർക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ റെജീന. പക്ഷേ എന്താണ്, പുറത്ത് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പബ്ലിക് സ്കാൻഡലാവും എന്ന് കരുതി എല്ലാവരെയും അവിടുത്തെ മറ്റൊരു സെർവൻ്റായ കാർപ്പൻറ്ററായ ജേക്കബ് യങ്സ്ട്രാൻഡ് ആണ് റെജീനയുടെ ഫാദർ എന്ന് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അങ്ങനെ റെജീന വളരുന്നുണ്ട്. യങ്സ്ട്രാൻഡാണ് തൻ്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് റെജീന ആ കുടുംബത്തിൽ തന്നെ മെയ്ഡായി വർക്ക് ചെയ്ത് അവിടെ തന്നെ താമസിച്ച് വളരുന്നു. അപ്പോൾ ഈ സത്യം അറിയുന്നതാകെ മിസ്സസ് ആൽവിനും ക്യാപ്റ്റൻ ആൽവിനും മാത്രമാണ്. മീൻ വൈൽ മിസ്സസ് ആൽവിൻ ഗീവ്സ് ബർത്ത് ടു ഹെർ സൺ. അങ്ങനെ അവർക്ക് സ്വന്തമായൊരു കുട്ടി ഉണ്ടാവുന്നു, ഓസ്വാൾഡ് ആൽവിൻ. ഷീ ഈസ് അഫ്രൈഡ് ദാറ്റ് ഓസ്വാൾഡ് വിൽ ഗ്രോ അപ്പ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് ഇമ്മോറൽ ഫാദർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പിതാവിൻ്റെ ഇൻഫ്ലുവൻസിൽ അവൻ വളർന്ന് അവനും ചീത്തയാവുമെന്ന് പേടിച്ച് മിസ്സസ് ആൽവിൻ ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവനെ വളരെ ചെറുപ്പത്തിൽ തന്നെ പാരീസിലേക്ക് അയക്കുന്നു. ദെൻ ഓസ്വാൾഡ് ഗ്രോസ് അപ്പ് ബിക്കംസ് എ സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് ഫാർ അവേ ഫ്രം ഹിസ് ഫാദേഴ്സ് കറപ്റ്റ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അങ്ങനെ അവിടുന്ന് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റായി വർഷങ്ങൾക്ക് ശേഷം ഓസ്വാൾഡ് മാറുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻ ആൽവിൻ മരിക്കുന്നു. അപ്പോൾ മരിച്ചതിന് ശേഷം നമുക്കറിയാം സൊസൈറ്റി വിൽ പ്രൈസസ് ഹിം ആസ് എൻ ഹോണറബിൾ മാൻ കംപ്ലീറ്റ്ലി അൺഅവെയർ ഓഫ് ഹിസ് സീക്രട്ട് ലൈഫ്. അപ്പോൾ അയാളെ കാര്യങ്ങളൊന്നും പുറമേ നോക്കുന്ന പബ്ലിക് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ റെസ്പെക്റ്റ്ഫുൾ പേഴ്സണായി ആളുകൾ പ്രൈസ് ചെയ്യുന്നു. മിസ്സസ് ആൽവിൻ ഡിസൈഡ് നോട്ട് ടു ടെൽ ദ ട്രൂത്ത് ബിക്കോസ് ഷീ വാണ്ട് ടു പ്രൊട്ടക്ട് ഹെർ ഫാമിലി ഫ്രം പബ്ലിക് ഷെയിം. മിസ്സസ് ആൽവിൻ സത്യങ്ങളൊന്നും പുറത്ത് റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, കാരണം അവർക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ അവരെ റെസ്പെക്റ്റും ഇതും കീപ്പ് ചെയ്യണം. She then uses almost all of Captain Alvin's wealth to build an orphanage in his memory. Everyone believes this is an act of love and respect for her late husband.
അപ്പോൾ അങ്ങനെയാണ് മിസ്സിസ് ആൽവിൻ ക്യാപ്റ്റൻ ആൽവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ക്യാപ്റ്റൻ ആൽവിൻ്റെ സമ്പത്ത് മുഴുവൻ ചിലവാക്കിക്കൊണ്ട് ഒരു ഓർഫനേജ് പണിയുന്നു. പക്ഷെ പുറമേ നോക്കുന്ന എല്ലാവരും കരുതിയിരുന്നത് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ലവ്. ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായി വിധവയായ സ്ത്രീ ഒരു ഓർഫനേജ് പണിയുന്നു എന്നാണ്. പക്ഷേ മിസ്സിസ് ആൽവിന് വേറൊരു റീസൺ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പണം തൻ്റെ മകൻ ഒരിക്കലും ഏറ്റെടുക്കരുത്, ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയൊരു വെൽത്ത് തൻ്റെ മകനായ ഓസ്വാൾഡ് ഏറ്റെടുക്കരുത്. അതിനുവേണ്ടി മുഴുവൻ പണവും മിസ്സസ് ആൽവിൻ ഓർഫനേജിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കടന്നു. അപ്പോഴാണ് നമ്മൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ പ്ലേയുടെ ഒരു ബിഗിനിങ് പറയുക ചെയ്തത്. ഇനിയാണ് നമ്മൾ ഗോസ്റ്റ് എന്നുള്ള പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ഓർഫനേജ് തുടങ്ങാൻ ഉദ്ഘാടനത്തിൻ്റെ ദിവസമായി. Pastor Mandus come to Mrs. Alvin's house to inaugurate the newly built. At the same time, Oswald returns home from Paris after many years. Mrs. Alvin is delighted to see her son again. അങ്ങനെ ഉദ്ഘാടനത്തിനായിട്ട് പാസ്റ്റർ മാൻഡസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീസ്റ്റും അവരുടെ ഫാമിലി ഫ്രണ്ടുമായ പാസ്റ്റർ മാൻഡസ് വീട്ടിലെത്തിയിട്ടുണ്ട്. അതുപോലെ ഇവരുടെ മകനായ ഓസ്വാൾഡ്, പാരീസിലുണ്ടായിരുന്ന മകനും വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അതിൻ്റെ സന്തോഷം മിസ്സസ് ആൽവിനുണ്ട്. ഡ്യൂറിങ് ഹിസ് സ്റ്റേ Oswald becomes very close to Regina. They enjoy each other's company and gradually develop romantic feelings for one another. Neither of them know that they are actually half brother and half sister. അപ്പോഴാണ് അടുത്ത ടെസ്റ്റ് ഉണ്ടാകുന്നത്. അവൻ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്കറിയാം വീട്ടിൽ ഓൾറെഡി റെജീന എന്ന് പറയുന്ന മെയ്ഡുണ്ട്. അങ്ങനെ ഓസ്വാൾഡ് റെജീന എന്ന് പറയുന്ന മെയ്ഡുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഈ കമ്പനി എൻജോയ് ചെയ്ത് അവരിൽ തമ്മിലൊരു റൊമാൻറ്റിക് ഫീലിംഗ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് തമ്മിൽ അറിയില്ല ഇവർ ഹാഫ് ബ്രദറും ഹാഫ് സിസ്റ്ററുമാണെന്നുള്ളത്. As everyone prepare for the orphanage opening, Mrs. Alvin finally decides she can no longer live with the lies she carried for so many years. She tells Pastor Mandus the truth about her marriage. She reveals that Captain Alvin had been immoral, unfaithful and irresponsible throughout his life. She also reminds that when she had to try to escape their unhappy marriages years ago, it was his advice that forced her to return. She realizes that blindly following society's expectation only brought suffering to herself and her son. അങ്ങനെ എല്ലാവരും ഓർഫനേജിൻ്റെ ഓപ്പണിങ്ങിന് തയ്യാറെടുക്കുമ്പോൾ മിസ്സസ് ആൽവിന് ഇങ്ങനെ കള്ളങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് മടുത്തു. അങ്ങനെ ഫൈനലി പാസ്റ്റർ മാൻഡേഴ്സിനോട് അവളുടെ മാരേജിനെ പറ്റി അവളിങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ക്യാപ്റ്റൻ ആൽവിൻ എങ്ങനെയായിരുന്നു, ഇങ്ങനെ അൺഫെയ്ത്ത്ഫുൾ ആയിരുന്നു, ഇറസ്പോൺസിബിൾ ആയിരുന്നു അവളുടെ ജീവിതം മൊത്തം എന്നൊക്കെ അവൾ പറയണം. അതുപോലെ പാസ്റ്റർ മാൻഡേഴ്സിനെ ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് മാത്രമാണ് അവൾ ഇത്രയും മോശമായൊരു മാരേജിൽ ഇങ്ങനെ ഇത്രയും നിന്നത് എന്ന് കൂടെ അവൾ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അവൾ ഈ അൺഹാപ്പി മാരേജിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ എസ്കേപ്പ് ആയേനെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവൾ മനസ്സിലാക്കുന്നുണ്ട് സൊസൈറ്റീൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഫോളോ ചെയ്തതുകൊണ്ടാണ് ഇപ്പം മിസ്സസ് ആൽവിനും അവരുടെ മകനായ ഓസ്വാൾഡും ഇങ്ങനെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. സൂൺ ആഫ്റ്റർ ദിസ് ഓസ്വാൾഡ് കൺഫസസ് അനദർ പെയിൻഫുൾ ട്രൂത്ത് ടു ഹിസ് മദർ. അങ്ങനെ അതിനുശേഷം തന്നെ ഓസ്വാൾഡ് മറ്റൊരു വിഷമം അമ്മേനെ അറിയിക്കുന്നുണ്ട്. അതായത് പാരീസിൽ താമസിക്കുന്ന സമയത്ത് ഹി ഹാസ് ബിക്കം സീരിയസ്ലി ഇൽ. അവന് തീരെ വയ്യാണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ഹാവ് ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി സഫേഴ്സ് ഫ്രം എ ഡിസീസ് ഇൻഹെറിറ്റഡ് ഫ്രം ഹിസ് ഫാദർ. അപ്പോൾ അവിടെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഫാദറിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ട് ഒരു രോഗം അവനുണ്ട്. one that will slowly destroy his brain until he loses all memory. അതായത് അദ്ദേഹത്തിൻ്റെ ഓസ്വാൾഡിൻ്റെ ബ്രെയിൻ ഡിസ്ട്രോയ് ചെയ്യാം. അതായത് അവൻ്റെ എല്ലാ മെമ്മറീസും എല്ലാം നഷ്ടപ്പെടുന്നത് വരെ ബ്രെയിൻ നശിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. മിസ്സസ് ആൽവിൻ ഈസ് ഡിവാസ്റ്റേറ്റഡ് ബിക്കോസ് ഷീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾദോ ഷീ പ്രൊട്ടക്റ്റഡ് ഓസ്വാൾഡ് ഫ്രം ഹിസ് ഫാദേഴ്സ് ബിഹേവിയർ ഷീ കുഡ് നോട്ട് പ്രൊട്ടക്ട് ഹിം ഫ്രം ദ കോൺസിക്വൻസ് ഓഫ് ഹിസ് ഫാദേഴ്സ് ആക്ഷൻ. അപ്പോൾ ഫാദറിൻ്റെ ഇൻഫ്ലുവൻസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന് ചെറിയ പ്രായത്തിൽ പാരീസിലേക്ക് അയച്ചത്. പക്ഷെ അവൾ തിരിച്ചു പറഞ്ഞു. അങ്ങനെ മാറ്റി നിർത്തിയിട്ടും ഈ ഒരു ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് അവനെ രക്ഷിക്കാൻ അവൾക്കായില്ല. ദെൻ കംസ് അനദർ ഷോക്കിംഗ് മൊമെൻറ്റ്. ഇനി അതിന് ശേഷമാണ് അടുത്ത ട്വിസ്റ്റ്. അതായത് ഓസ്വാൾഡ് അമ്മേനെ അറിയിക്കുന്നു. അതായത് അവന് റെജീനയെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യം അമ്മേനെ അറിയിക്കുന്നു. ഈ ഒരു പോയിന്റിൽ മിസ്സസ് ആൽവിന് ഒരു ചോയ്സും ഇല്ല, ട്രൂത്ത് റിവീൽ ചെയ്യണം. അങ്ങനെ അവൾ റെജീനയോട് പറയുന്നു ക്യാപ്റ്റൻ ആൽവിനാണ് നിൻ്റെ യഥാർത്ഥ ഫാദർ. ഇതറിഞ്ഞ റെജീന അവൾക്ക് എന്താണ് ഇതിൻ്റെ എമോഷണൽ ഇത് താങ്ങാൻ കഴിയാതെ അവൾ ആ വീട് വിട്ടിറങ്ങുകയും പുതിയൊരു ജീവിതത്തിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ദ സെയിം നൈറ്റ് ഡിസാസ്റ്റർ സ്ട്രൈക്സ്. അതേ ദിവസം രാത്രിയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അവർ ഉദ്ഘാടനത്തിന് വെച്ച ഓർഫനേജ് പെട്ടെന്നൊരു തീ പിടിക്കുകയും ബേൺസ് ടു ദ ഗ്രൗണ്ട്. ദ ബിൽഡിംഗ് ദാറ്റ് ഹാഡ് ബീൻ ക്രിയേറ്റഡ് ടു പ്രിസർവ് ക്യാപ്റ്റൻ ആൽവിൻസ് റെപ്യൂട്ടേഷൻ ഈസ് റെഡ്യൂസ് ടു ആഷസ്. അത് വേഗം കത്തിക്കരിഞ്ഞ് ഫുൾ നാശമാവുകയാണ് ചെയ്യുന്നത്.
ഇത് സിംബലൈസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? അതായത് വർഷങ്ങളോളം മിസ്സസ് ആൽവിൻ ക്യാപ്റ്റൻ ആൽവിൻ്റെ ഇമേജ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കെട്ടിപ്പടുക്കിയ കള്ളങ്ങളൊക്കെ നശിക്കുന്നതാണ് സിംബലൈസ് ചെയ്യുന്നത്. The lies that Mrs. Alvin had maintained for years also began to collapse. അങ്ങനെ റെജീന പോയി, ഓർഫനേജും നശിച്ചു. ഇനി അവിടെ ബാക്കി ആൽവിനും ഓസ്വാൾഡും മാത്രമാണ്, മിസ്സസ് ആൽവിനും ഓസ്വാൾഡും. Oswald knows that his illness will soon leave him mentally helpless. He cannot bear the thought of living without his mind, his memory or his ability to create art. അപ്പം ഓസ്വാൾഡിന് മനസ്സിലായി ഈ രോഗം അവനെ മെൻ്റലി ഹെൽപ്ലെസ് ആക്കാൻ പോവുകയാണ്. അതായത് ഒന്നും ഓർമ്മയില്ലാതെ, ഒന്നിൻ്റെയും കൺട്രോൾ ഇല്ലാതെ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അവൻ്റെ അമ്മയോടൊരു പ്രോമിസ് ചെയ്യാൻ പറയുന്നുണ്ട്. പ്രോമിസ് വളരെ ഹെഡ് ബ്രേക്കിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ രോഗം അവൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ അവൻ്റെ അമ്മ ഫാറ്റർ ഡോസ് ഓഫ് മോർഫിൻ ആൻഡ് ഫ്രീ ഫ്രം ഹിസ് സഫറിങ്. അതായത് അവന് മോർഫിൻ ഒരു ഡോസ് കൊടുത്ത് അവനെ ഈ വിഷമത്തിൽ നിന്ന് ഫ്രീ ആക്കണം എന്ന്, അതായത് അവനെ മരുന്ന് തന്നവനെ മരിക്കാൻ അനുവദിക്കണം എന്ന്. അതാണ് അവൻ്റെ ആഗ്രഹം. മിസ്സസ് ആൽവിന് ഈ റിക്വസ്റ്റ് കേട്ടപ്പോൾ വളരെ വിഷമമായി. തൻ്റെ മകനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന അമ്മയ്ക്ക് അങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ കണ്ടു നിൽക്കാൻ പറ്റിയില്ല. അതുപോലെ അവൾ 2 വിഷസിൻ്റെ നടുക്കായി, അതായത് ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, അതുപോലെ മകൻ്റെ ഈ അവസാന റിക്വസ്റ്റും തമ്മിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷമഘട്ടത്തിൽ ആയിരുന്നു മിസ്സസ് ആൽവിൻ. ദ നെക്സ്റ്റ് മോർണിംഗ് the Oswald's illness suddenly reaches the worst stage. He loses his mind completely and becomes helpless like a small child. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഓസ്വാൾഡിൻ്റെ ഇൽനെസ് വേഴ്സ്റ്റ് സ്റ്റേജിലെത്തി. അവൻ്റെ മൈൻഡ് ഫുൾ പോയി, കംപ്ലീറ്റ്ലി ബിക്കം ഹെൽപ്ലെസ്. ഒരു ചെറിയ കുട്ടിയെ പോലെ ആയി ഓസ്വാൾഡ്. ലുക്കിംഗ് ടുവേർഡ്സ് ദ റൈസിംഗ് സൺ, ഹി റിപ്പീറ്റഡ്ലി വിസ്പേഴ്സ് ദ സൺ, ദ സൺ. Mrs. Alvin stands beside him with the morphine in her hand. She remembers the promise she made her son, but she cannot decide what to do. അപ്പം എന്നാൽ ചെറിയ കുട്ടിയെ പോലെ ആകാശത്ത് സൂര്യനെയൊക്കെ കണ്ട് സൂര്യൻ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ചെറിയ കുട്ടികളെ പോലെ പെരുമാറാൻ തുടങ്ങി. ഈ സമയത്ത് ഇതിൻ്റെ അടുത്ത് മിസ്സസ് ആൽവിൻ നിൽക്കുന്നുണ്ട്. കയ്യിലൊരു ഡോസ് മോർഫിനും ഉണ്ട്. അവൾ മകന് ചെയ്ത പ്രോമിസ് മിസ്സസ് ആൽവിൻ ഓർക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് മിസ്സസ് ആൽവിൻ അറിയില്ല. അറ്റ് ദ മൊമെൻറ്റ് പ്ലേ എൻഡ്സ്. അങ്ങനെയാണ് ഈ പ്ലേ അവസാനിക്കുന്നത്. Henry Gibson deliberately leaves the ending unfinished. He never tells us whether Mrs. Alvin gives Oswald the morphine or not. Instead, he leaves the audience to think about the difficult questions of love, duty, morality, mercy, and whether anyone can truly escape the ghost of the past. അപ്പോൾ ഈ സ്റ്റോറി കംപ്ലീറ്റ്ലി എൻഡ് ചെയ്യുന്നത് ഇങ്ങനെ അൺഫിനിഷ്ഡ് ആയിട്ടാണ്. അതായത് വായിച്ച് കഴിയുന്ന ആൾക്ക് മനസ്സിലാവില്ല എന്താ സംഭവിച്ചതെന്ന്. അതായത് മോർഫിൻ കൊടുത്തോ ഇല്ലയോ ഒന്നും മനസ്സിലാവാത്തൊരു എൻഡിങ്ങിലാണ് ഇത് നിർത്തിയേക്കുന്നത്. തീംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സോഷ്യൽ ഹിപ്പോക്രസി, അതായത് സൊസൈറ്റി ക്യാപ്റ്റൻ ആൽവിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൈവറ്റ്ലി അയാളുടെ സ്വഭാവം റെസ്പെക്റ്റ് ചെയ്യാൻ ഉതകുന്ന ഒരാളുടെ സ്വഭാവമല്ലായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാക്കുന്നത് സൊസൈറ്റി വാല്യൂസ് അപ്പിയറൻസ് ദാൻ ദ ട്രൂത്ത്. അതായത് പുറംമൂടിയിലാണ് പലപ്പോഴും സൊസൈറ്റി ആളുകളെ വിലയിരുത്തുന്നത്. പിന്നെ സെക്കൻഡ് വൺ, മാരേജ്. മിസ്സസ് ആൽവിൻ റിമെയിൻഡ് ഇൻ എ അൺഹാപ്പി മാരേജ് ബിക്കോസ് സൊസൈറ്റി എക്സ്പെക്റ്റഡ് ഹെർ ടു. അതായത് ഇബ്സൺ ഇതിലൂടെ ചോദിക്കുന്നത് വെദർ എവറി മാരേജ് ഡിസേർവ്സ് ടു ബി പ്രിസർവ്ഡ്. അതായത് എല്ലാ മാരേജും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണോ? അതൊരു സൊസൈറ്റിയിലെ എക്സ്പെക്റ്റേഷൻ ആണെന്ന് കരുതി ഹാപ്പി മാരേജ് അൺഹാപ്പി മാരേജസ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ റിലീജിയൻ. Pastor Manders represents rigid religious authority. His advice causes suffering instead of happiness. പിന്നെ heredity. The sins of one generation affect the next. അതായത് കഴിഞ്ഞ തലമുറയിലെ പാസ്റ്റിലുള്ളവരുടെ തെറ്റുകൾ വരുന്ന തലമുറ അനുഭവിക്കേണ്ടി വരുന്നത്. ഫ്രീഡം. മിസ്സസ് ആൽവിൻ വാണ്ടഡ് ഫ്രീഡം. ഷീ നെവർ റിസീവ്ഡ് ഇറ്റ്. റെജീന ഓൾസോ ഡിസേർവ്സ് ഫ്രീഡം. പിന്നെ ട്രൂത്ത് വേഴ്സസ് അപ്പിയറൻസ്. എവ്രിവൺ പ്രിറ്റൻഡ്സ് ക്യാപ്റ്റൻ ആൽവിൻ വാസ് റെസ്പെക്ട്ഫുൾ. The truth is completely different. The play argues that lies eventually collapse. അതായത് സത്യങ്ങൾ ഒരിക്കലും നമുക്ക് എപ്പോഴും മൂടി വെക്കാൻ പറ്റില്ല. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഇതിലെപ്പോഴും ചോദിക്കുന്നതാണ്, വൈ ഗോസ്റ്റ് ഇസ് എ പ്രോബ്ലം പ്ലേ. പ്രോബ്ലം പ്ലേ എന്ന് പറയാൻ ഗോസ്റ്റിന് എന്താ കാരണം? പ്രോബ്ലം പ്ലേ എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്കസസ് റിയൽ സോഷ്യൽ ഇഷ്യൂസ് ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി എൻ്റർടൈനിങ് ദ ഓഡിയൻസ്. അതായത് ആളുകളെ എൻ്റർടൈൻ ചെയ്യാനല്ല പ്രോബ്ലം പ്ലേ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇഷ്യൂസിനെ ഡിപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോബ്ലം പ്ലേ. ഇത് എപ്പോഴും ഹാപ്പി എൻഡിങ്സ് ആയിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് റേസസ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇതിൽ കണ്ട പോലെ
ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് എൻഡിങ്സ് ആയിരിക്കും പ്രോബ്ലം പ്ലേയിൽ ഉണ്ടാവുക. ഇതിലിപ്പോൾ ഗോസ്റ്റ് ഡീൽ ചെയ്യുന്നത് മാരേജ്, റിലീജിയൻ, വിമൻ റൈറ്റ്, ഇൻഹെറിറ്റഡ് ഡിസീസ്, സോഷ്യൽ ഹിപ്പോക്രസി, മൊറാലിറ്റി. അപ്പം ഇതിന് കൃത്യമായ എക്സ്പ്ലനേഷൻ തരാതെ ഓഡിയൻസിന് ക്വസ്റ്റ്യൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ പ്രോബ്ലംസിനെ കുറിച്ചും ആലോചിക്കാനൊരു സ്റ്റേജ് തരികയാണ് ഇങ്ങനത്തെ പ്ലേ. വൈ ഈസ് ഗോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? ഈ പ്ലേ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? ഇത് മോഡേൺ തിയേറ്ററിനെ ചേഞ്ച് ചെയ്തു. കാരണം ഇറ്റ് പ്രസൻറ്റഡ് ഓർഡിനറി ലൈഫ് ലൈക്ക് റിയലിസ്റ്റിക്കലി. ഇറ്റ് ചലഞ്ച് സോഷ്യൽ ഹിപ്പോക്രസി. ഇറ്റ് ഡിസ്കസ് ടാബു സബ്ജക്ട്സ് ഓപ്പൺലി. ഇറ്റ് യൂസ്ഡ് സൈക്കോളജിക്കൽ റിയലിസം ഇൻസ്റ്റെഡ് ഓഫ് മെലോഡ്രാമ. ഇറ്റ് എൻകറേജ്ഡ് ഓഡിയൻസസ് ടു ക്വസ്റ്റ്യൻ ട്രഡീഷണൽ ബിലീഫ്സ്. അപ്പോൾ ഹെൻറി ഗിബ്സൻ്റെ ഗോസ്റ്റ് എന്ന് പറയുന്ന പ്ലേ ഇസ് നോട്ട് അബൌട്ട് സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റ്സ്. ഇറ്റ് ഈസ് അബൌട്ട് ദി ഇൻവിസിബിൾ ഗോസ്റ്റ് ഓഫ് ലൈസ്, സോഷ്യൽ ഹിപ്പോക്രസി, ഇൻഹെറിറ്റഡ് ഗിൽറ്റ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ട്രഡീഷൻസ് ദാറ്റ് കണ്ടിന്യൂ ടു കൺട്രോൾ ഹ്യൂമൻ ലൈഫ് ലോങ് ആഫ്റ്റർ ദ പാസ്റ്റ് ഈസ് ഗോൺ. സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.